പ്ലസ് ടു ഫിസിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ കിർച്ചോഫ്സ് ലാസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ജംഗ്ഷൻ റൂളും അതുപോലെ ലൂപ്പ് റൂളും നമ്മൾ നല്ലതുപോലെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് കിർച്ചോഫ്സ് ലാസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. A cell of 6 volt and internal resistance 0.5 ohm is joined in parallel with another cell of 10 volt and internal resistance 1 ohm. The combination sends a current through an external resistor of 12 ohm. Find the current through each cell. നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ആ വിവരങ്ങൾ വെച്ച് ആദ്യം ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇതിൽ 2 സെല്ലുകളാണ് നമുക്കുള്ളത്. ആ 2 സെല്ലുകൾ പരസ്പരം പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കോമ്പിനേഷൻ സെൻസ് എ കറണ്ട് ത്രൂ ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റർ ഓഫ് 12 ohm. ഓക്കെ, ഈ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ നോക്കുക. 2 സെല്ലുകൾ. ഇതിൽ ഒന്നാമത്തെ സെല്ലിൻ്റെ EMF അവർ തന്നിട്ടുണ്ട് 6 വോൾട്ട്. അതുപോലെ ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട് 0.5 ohm. ഈസ് ജോയിൻഡ് ഇൻ പാരലൽ വിത്ത് അനദർ സെൽ ഓഫ് 10 വോൾട്ട്. അപ്പോൾ രണ്ടാമത്തെ സെല്ലിൻ്റെ EMF 10 വോൾട്ട്. അതുപോലെ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ohm. ഇത്രയാണ് അവർ ആദ്യം തന്നിരിക്കുന്നത്. ഇനി എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ദ കോമ്പിനേഷൻ. ഓക്കെ, ഈ സെല്ലിൻ്റെ കോമ്പിനേഷൻ സെൻസ് എ കറണ്ട് ത്രൂ ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റർ. ആ എക്സ്റ്റേണൽ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 12 ohm. ഇത്രയാണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി കറണ്ട് ത്രൂ ഈച്ച് സെൽ. ഓരോ സെല്ലിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളത്. ഓക്കെ, നമുക്ക് അസ്യൂം ചെയ്യാം. ഇത് നമുക്ക് ഫസ്റ്റ് സെല്ലായിട്ട് എടുക്കാം. ഈ സെല്ലിൽ നിന്നും പുറത്തേക്ക് വരുന്ന കറണ്ട് I1 ആണെന്നിരിക്കട്ടെ. അതുപോലെ ഇത് രണ്ടാമത്തെ സെല്ലായിട്ട് എടുക്കാം. ഈ രണ്ടാമത്തെ സെല്ലിൽ നിന്നും പുറത്തേക്ക് വരുന്ന കറണ്ട് I2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ സെല്ലിൽ നിന്നും I1 കറണ്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. രണ്ടാമത്തെ സെല്ലിൽ നിന്നും I2 കറണ്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. ഈ 2 കറണ്ടും കൂടി ഈ G എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്ത് പുറത്തേക്ക് വരുന്നത് I1 പ്ലസ് I2 കറണ്ട് ആയിരിക്കും. അപ്പോൾ G എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് I1 എന്ന് പറയുന്ന കറണ്ടും I2 എന്ന് പറയുന്ന കറണ്ടും കൂടി കമ്പൈൻ ചെയ്ത് I1 പ്ലസ് I2 കറണ്ടാണ് ഈ റെസിസ്റ്ററിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ I1 പ്ലസ് I2 കറണ്ട് ഈ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്ത് തിരിച്ച് വീണ്ടും D എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നു. അവിടെ വെച്ച് വീണ്ടും അത് സ്പ്ലിറ്റ് ചെയ്ത് I1 കറണ്ട് മുകളിലേക്ക് പോകുന്നു, I2 കറണ്ട് താഴേക്കും പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ വെച്ച് ഒരു സർക്യൂട്ട് ഡയഗ്രാം തയ്യാറാക്കി ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് എഴുതാവുന്നതാണ്. നമുക്ക് കിർച്ചോഫ്സിൻ്റെ ലൂപ്പ് ലോ ഉപയോഗിച്ച് ഈ I1 കറണ്ടും I2 കറണ്ടും കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് 2 ലൂപ്പുകൾ കൺസിഡർ ചെയ്യാം. നമുക്ക് ആദ്യം ഈ ലൂപ്പ് കൺസിഡർ ചെയ്യാം. കൺസിഡർ ദി ലൂപ്പ്. കൺസിഡർ ദ ലൂപ്പ്. ഓക്കെ, ഏത് ലൂപ്പ് കൺസിഡർ ചെയ്യാം? നോക്കൂ, G, J, A, B, C, D, I, H, G. ഈ ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ആ ലൂപ്പിൻ്റെ പേര്? G, J, A, B, C, D, I, H, G. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിരിക്കുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. G, J, A, B, C, D, I, H,
ജി. ഈ ലൂപ്പിൽ നമുക്ക് ആദ്യം ലൂപ്പ് ലാ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് ലൂപ്പ് ലാ അപ്ലൈ ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ലൂപ്പിൽ ഒരേ ഒരു സെല്ലാണുള്ളത്. ആ സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് 10 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ലൂപ്പ് ലാ അപ്ലൈ ചെയ്യുന്നത്? 10 വോൾട്ട് ഇസ് ഈക്വൽ ടു, ഓക്കെ, 10 വോൾട്ട് ഇസ് ഈക്വൽ ടു, അതുപോലെ ഈ 10 വോൾട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കറണ്ട് ഏതാണ്? I2 ആണ്. ഈ I2 കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഇറങ്ങുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പോൾ ഈ ലൂപ്പിലെ EMF നമ്മൾ എഴുതി 10 ഇസ് ഈക്വൽ ടു, ഈ ലൂപ്പിലെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 ഓം ആണ്. അപ്പോൾ ആ 12 ഓമിലേക്ക് കയറുന്ന കറണ്ട് ഏതാണ്? I1 പ്ലസ് I2 ആണ്. ഈ I1 പ്ലസ് I2 ഈ റെസിസ്റ്ററിലേക്ക് കയറുന്നത് ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് അതെന്തായിട്ട് എടുക്കാം? പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും? 12 ഇൻറ്റു I1 പ്ലസ് I2. ഓക്കെ. ഇനി ഈ ലൂപ്പിൽ ഒരു റെസിസ്റ്ററും കൂടിയുണ്ട്. അപ്പോൾ ഈ ലൂപ്പിൽ ഇനി ഒരു റെസിസ്റ്റൻസും കൂടിയുണ്ട്. ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഈ സെല്ലിലേക്ക് കയറുന്ന കറണ്ട് ഏതാണ്? I2 കറണ്ടാണ് കയറുന്നത്. അതുപോലെ ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ്? 1 ഓം ആണ്. അതും ഏത് ഡയറക്ഷനാണ്? I2 കറണ്ട് ഈ സെല്ലിലേക്ക് കയറുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ അതും ചിഹ്നം എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. പ്ലസ് ഏത് കറണ്ടാണ്? I2 കറണ്ട്. റെസിസ്റ്റൻസ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ഓം. അപ്പോൾ 1 ഇൻറ്റു I2. ഓക്കെ, നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 10 ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു I1, 12 I1 പ്ലസ് 12 I2 പ്ലസ് I2. അപ്പോൾ 10 ഇസ് ഈക്വൽ ടു 12 I1 പ്ലസ് 12 I2 പ്ലസ് 1 I2 എത്ര കിട്ടും? 13 I2. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 12 I1 പ്ലസ് 13 I2 is equal to 10. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. നമ്മൾ അടുത്തതായി കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് ഇതാണ്. G, J, A, B, C, D, E, F, G. ആ ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അടുത്ത ലൂപ്പ് ഏതാണ്? കൺസിഡർ ദ ലൂപ്പ്. കൺസിഡർ ദ ലൂപ്പ് G. ആ സർക്യൂട്ട് ഡയഗ്രം നോക്കി ആ ലൂപ്പ് നിങ്ങൾ എഴുതുക. G, J, A, B, C, D, E, F, G. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പ് ഇതാണ്. G, J, A, B, C, D, E, F, G. ഈ ലൂപ്പിലും ഒരേ ഒരു സെല്ലാണുള്ളത് അല്ലേ? ആ സെല്ലിൻ്റെ EMF എത്രയാണ്? 6 വോൾട്ട്. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0.5 ഓം. ആ സെല്ലിൽ നിന്നും കറണ്ട് ഇറങ്ങുന്ന ഡയറക്ഷൻ എന്ത് തന്നെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ ഈ ലൂപ്പിൽ നമുക്ക് ലൂപ്പിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം സെല്ലിൻ്റെ EMF 6 ഇസ് ഈക്വൽ ടു, ഇനി ആ സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കറണ്ട് I1 അല്ലേ? I1 കറണ്ട് ഇവിടെ വെച്ച് I1 പ്ലസ് I2 ലൂപ്പ്. അപ്പോൾ ഈ റെസിസ്റ്ററിലേക്ക് കയറുന്ന കറണ്ട് ഏതാണ്?
I1 പ്ലസ് I2 ആണ്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഏതാണ്? ചിഹ്നം പോസിറ്റീവാണ്. അപ്പോൾ 6 ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു I1 പ്ലസ് I2. ഓക്കെ, ഇങ്ങനെ വന്ന് കറണ്ട് താണ്ട വീണ്ടും ഇങ്ങനെ വന്ന് CD I1 കറണ്ടാണ് ഈ സെല്ലിലേക്ക് കയറുന്നത്. I1 കറണ്ടാണ് സെല്ലിലേക്ക് കയറുന്നത്. ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ്? 0.5 ഓം. അതും ഏത് ഡയറക്ഷൻ തന്നെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ചിഹ്നം എന്ത് കൊടുക്കാം? പോസിറ്റീവ്. അപ്പോൾ പ്ലസ് 0.5 I1. ഓക്കെ, നമുക്കിനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 6 ഇസ് ഈക്വൽ ടു 12 I1 പ്ലസ് 12 I2 പ്ലസ് 0.5 I1. ഓക്കെ, എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം? 12 I1 പ്ലസ് 0.5 I1 എത്ര കിട്ടും? 12.5 I1 പ്ലസ് 12 I2 ഇസ് ഈക്വൽ ടു 6. ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് I1ഉം I2ഉം കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് I1ഉം I2ഉം കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? 12 I1 പ്ലസ് 13 I2 ഇസ് ഈക്വൽ ടു 10. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ 12.5 I1 പ്ലസ് 12 I2 ഇസ് ഈക്വൽ ടു 6. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോയിഫിഷ്യൻ്റ് നമുക്ക് ഈക്വൽ ആക്കാം. നമുക്കിവിടെ I2വിൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കാം. I2വിൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കാനായി ഒന്നാമത്തെ ഇക്വേഷനെ 12 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ 13 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 12 ഇൻറ്റു 12 I1 144 I1 പ്ലസ് 13 ഇൻറ്റു 12 156 I2 is equal to 10 into 12 120. ഇക്വേഷൻ നമ്പർ 3. നമുക്കിനി രണ്ടാമത്തെ ഇക്വേഷനെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 12.5 ഇൻറ്റു 13. ആൻസർ 162.5 I1 പ്ലസ് 12 ഇൻറ്റു 13 156 I2 is equal to 6 into 13. Answer 78. Equation number 4. ഇനി നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും നാലാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുക. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 144 I1 മൈനസ് 162.5 I1. ആൻസർ എന്ത് കിട്ടും? മൈനസ് 18.5 I1. ഓക്കെ, ഇവിടെ 156 I2 മൈനസ് 156 I2 അത് ക്യാൻസലായി പോവല്ലോ. ഇസ് ഈക്വൽ ടു 120 മൈനസ് 78. ആൻസർ 42. Therefore, I1 is equal to 42 divided by minus 18.5. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് 2.27 ആംപിയർ. ഓക്കെ, ഇനി ഈ I1ൻ്റെ വാല്യൂ ഈ 4 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇട്ടുകൊടുത്ത് നമുക്ക് I2വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് ഈ I1ൻ്റെ വാല്യൂ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും? 12 into I1
minus 2.27 plus 13i2 is equal to 10. Okay. അപ്പോൾ 12 into minus 2.27 is equal to minus 27.24 plus 13i2 is equal to 10. അപ്പോൾ 13i2 is equal to 10 minus 27.24 അപ്പുറത്തുകൊണ്ട് പോകുമ്പോൾ പ്ലസ് 27.24. അപ്പോൾ 13i2 is equal to 37.24. Therefore, i2 is equal to 37.24 divided by 13. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 2.86 ആംപിയർ. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ i1 is equal to minus 2.27 ആംപിയർ, അതുപോലെ i2 is equal to 2.86 ആംപിയർ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. എന്താണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ യൂസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൺ വയർ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് സർക്യൂട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 റെസിസ്റ്റൻസ് അറേഞ്ച്ഡ് ഇൻ ദിസ് പാറ്റേൺ. അതായത് 4 റെസിസ്റ്റൻസ് ഈ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് നെറ്റ്വർക്ക്. ഇതിൽ ഒന്നാമത്തെ റെസിസ്റ്റൻസിനെ നമുക്ക് പി എന്ന് വിളിക്കാം. രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ക്യൂ, മൂന്നാമത്തെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആർ, നാലാമത്തെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ 4 റെസിസ്റ്റേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് നെറ്റ്വർക്ക്. ഇതിൽ 4 റെസിസ്റ്റേഴ്സ് ഉള്ളതിൽ ഇതിൽ ഏതെങ്കിലും 3 റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. 4ാമത്തെ റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പിയും ക്യൂവും ആറും നിങ്ങൾക്ക് അറിയാമെന്നിരിക്കട്ടെ, എസ് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എസിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് സർക്യൂട്ട് ഈസ് നോൺ ആസ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 റെസിസ്റ്റൻസ് അറേഞ്ച്ഡ് ഇൻ ദിസ് പാറ്റേൺ, ദാറ്റ് ഈസ് 4 sides of a square, and the diagonal of the square has a galvanometer, and the other 2 diagonally opposite points are connected to a cell. Okay, Wheatstone's principle states that P by Q is equal to R by S. Then we say that the bridge is balanced. അപ്പോൾ if the bridge is balanced, there is no current flows through the galvanometer. ഓക്കെ, നമുക്ക് ഈ സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കറണ്ട് ഐ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഐ കറണ്ട് എ എന്ന് പറയുന്ന പോയിന്റിലെത്തി. അവിടെ വെച്ച് ഈ ഐ കറണ്ട് 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിൽ i1 കറണ്ട് പിയിലേക്ക് പോയി. ബാക്കി എത്ര കറണ്ടാണുള്ളത്? ഐ മൈനസ് i1 കറണ്ട് ആറിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഇതിൽ i1 കറണ്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരുന്നു. i1 കറണ്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരുമ്പോൾ വീണ്ടും 2 പാത്ത്. ഇതിൽ ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ജി ആണെന്നിരിക്കട്ടെ. അപ്പോൾ ബിയിലെത്തുന്ന i1 കറണ്ടിൽ ഐ ജി കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്നു. ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആർ ജി ആണെന്നിരിക്കട്ടെ. ബാക്കി എത്ര കറണ്ടാണുള്ളത്? i1 മൈനസ് ഐ ജി കറണ്ട് ക്യൂവിലൂടെ പാസ് ചെയ്യുന്നു.
ഓക്കെ. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്? ഗാൽവനോമീറ്റർ കറണ്ട് ഐ ജിയും ഇവിടെ നിന്ന് വരുന്ന I-I1 കറണ്ടും കൂടി ഡിയിലെത്തുന്നു. അപ്പോൾ എസിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതായിരിക്കും? I-I1 പ്ലസ് ഐ ജി കറണ്ട് എസിലൂടെ ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ സി എന്ന് പറയുന്ന പോയിന്റിൽ I1 മൈനസ് ഐ ജി കറണ്ടും I-I1 പ്ലസ് ഐ ജി കറണ്ടും കൂടി എത്തിച്ചേരുന്നു. അവിടെ വെച്ച് വീണ്ടും ഇത് ഐ കറണ്ടായിട്ട് തിരിച്ച് ഈ സെല്ലിലെത്തുന്നു. ഇനി നമുക്ക് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിളിൻ്റെ പ്രൂഫാണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ പ്രൂഫ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ക്രിച്ചോഫ്സിൻ്റെ ലൂപ്പ് ലാ അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ട് ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഒരു ലൂപ്പ് എ ബി ഡി എ എന്ന് പറയുന്നൊരു ലൂപ്പും അതുപോലെ ബി സി ഡി ബി എന്ന് പറയുന്ന ഒരു ലൂപ്പും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്ന ലൂപ്പ് എന്ന് പറയുന്നത് കൺസിഡർ ദ ലൂപ്പ്. ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് എ ബി ഡി എ ആണ്. കൺസിഡർ ദി ലൂപ്പ് എ ബി ഡി എ. ഓക്കെ, ഈ ലൂപ്പിൽ നമുക്ക് ലൂപ്പ് ലാ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ലൂപ്പിൽ സെല്ലുകളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇ എം എഫ് എത്രയാണ്? 0 ഇനി നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. അപ്പോൾ ഈ ലൂപ്പിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവായും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നെഗറ്റീവായും അസ്യൂം ചെയ്യുന്നു. അപ്പോൾ പി എന്ന് പറയുന്ന റെസിസ്റ്റൻസിലേക്ക് കയറുന്ന കറണ്ട് ഏതാണ്? I1 കറണ്ടാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? I1 ഇൻറ്റു പി. ഓക്കെ, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലോ, അപ്പോൾ അത് പോസിറ്റീവ് സൈനാണ്. എ ബി ഡി എ അല്ലേ? അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആർ ജി ആണ്. ആ ഗാൽവനോമീറ്ററിലേക്ക് കയറുന്ന കറണ്ട് ഏതാണ്? ഐ ജി. അപ്പോൾ അതും ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ചിഹ്നം എന്താണ്? പോസിറ്റീവ്. പ്ലസ് ഐ ജി ഇൻറ്റു ആർ ജി. ഓക്കെ, അടുത്ത ഡി എ. ഇവിടെ ആറിലേക്ക് കയറുന്ന കറണ്ട് ഏതാണ്? I-I1 ആണ്. അത് ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതുകൊണ്ട് എന്താണ് സൈൻ? നെഗറ്റീവ്. അപ്പോൾ മൈനസ് I-I1 ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു 0. ഇവിടെ സെല്ലൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇ എം എഫ് എത്രയായിരിക്കും? 0. ഇനി നമുക്ക് രണ്ടാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറയുന്നത് ബി സി ഡി ബി. ഓക്കെ, അപ്പോൾ കൺസിഡർ ദി ലൂപ്പ് ബി സി ഡി ബി. ഓക്കെ, ഇവിടെ നമുക്ക് ലൂപ്പ് ലാ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ ലൂപ്പിലും സെല്ലൊന്നുമില്ല. അപ്പോൾ ടോട്ടൽ ഇ എം എഫ് എത്രയാണ്? 0. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ എടുത്തതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നെഗറ്റീവായിട്ടും എടുക്കാം. ഓക്കെ, ബി സി ഡി ബി അല്ലേ? അപ്പോൾ ക്യൂ എന്ന് പറയുന്ന റെസിസ്റ്റൻസിലേക്ക് കയറുന്ന കറണ്ട് ഏതാണ്? I1 മൈനസ് ഐ ജി. അത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ അതെന്താണ്? പോസിറ്റീവ്. അപ്പോൾ I1 മൈനസ് ഐ ജി ഇൻറ്റു ക്യൂ. ഓക്കെ, ഇനി എസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസിലേക്ക് കയറുന്ന കറണ്ട് ഏതാണ്? I-I1 പ്ലസ് ഐ ജി ആണ്. അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ചിഹ്നം എന്താണ്? നെഗറ്റീവ്. അപ്പോൾ മൈനസ് I-I1 പ്ലസ് ഐ ജി ഇൻറ്റു എസ്. ഓക്കെ, ഇനി ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആർ ജി. ഈ ആർ ജിയിലേക്ക് കയറുന്ന കറണ്ട് ഏതാണ്? ഐ ജി.
അതും ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ചിഹ്നം എന്താണ്? മൈനസ്. അപ്പോൾ മൈനസ് IG RG ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ലൂപ്പുകൾ കൺസിഡർ ചെയ്തു. കൺസിഡർ ദി ലൂപ്പ് ABDA. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? I1P പ്ലസ് IG RG മൈനസ് I മൈനസ് I1 ഇൻറ്റു R ഇസ് ഈക്വൽ ടു 0. നമ്മൾ അടുത്തതായി കൺസിഡർ ചെയ്ത ലൂപ്പ് BCDB ആണ്. അവിടെ ലൂപ്പിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? I1 മൈനസ് IG ഇൻറ്റു Q മൈനസ് I മൈനസ് I1 പ്ലസ് IG ഇൻറ്റു S മൈനസ് IG RG ഇസ് ഈക്വൽ ടു 0. അപ്പോൾ when the bridge is balanced, galvanometer current is 0. അപ്പോൾ when the bridge is balanced, galvanometer current IG is equal to 0. അപ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണെന്നും ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണെന്നും ഇരിക്കട്ടെ. അപ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ് I1P, ഓക്കെ, IG 0 ആയിട്ട് പോയല്ലോ, I1P മൈനസ് I മൈനസ് I1 ഇൻറ്റു R ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എങ്ങനെ എഴുതാം? I1P ഇസ് ഈക്വൽ ടു I മൈനസ് I1 ഇൻറ്റു R എന്ന് എഴുതാം. ഓക്കെ, ഇത് 3 ആണെന്നിരിക്കട്ടെ. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറുന്നു? രണ്ടാമത്തെ ഇക്വേഷൻ IG 0 അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാവും? I1Q മൈനസ് IG 0 ആയി പോവല്ലോ, I മൈനസ് I1 ഇൻറ്റു S, ഇത് 0 ആയിട്ടങ്ങ് പോവും, ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്തെഴുതാം? I1Q ഇസ് ഈക്വൽ ടു, ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് I മൈനസ് I1 ഇൻറ്റു S, ഇക്വേഷൻ നമ്പർ 4. ഇനി ഇക്വേഷൻ 3യെ ഇക്വേഷൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? I1P ബൈ I1Q ഇസ് ഈക്വൽ ടു I മൈനസ് I1 ഇൻറ്റു R ഡിവൈഡഡ് ബൈ I മൈനസ് I1 ഇൻറ്റു S. ഇവിടെ I1ഉം I1ഉം ക്യാൻസലായി പോകുന്നു. അപ്പോൾ P ബൈ Q ഇസ് ഈക്വൽ ടു I മൈനസ് I1, I മൈനസ് I1 ക്യാൻസലായി പോകുന്നു, ഇസ് ഈക്വൽ ടു R ബൈ S. ഇതാണ് വെയ്റ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിലേതെങ്കിലും മൂന്ന് റെസിസ്റ്റൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നാലാമത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇതാണ് വെയ്റ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ.